അടുത്തല്ലേ, നമുക്കും അവരെ ഒന്ന് സന്ദർശിക്കാൻ പോകാം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫലമ്മൻ തഹൈനാ ഇലൈഹാ ബക്കത്ത്, ഞാനും ഉമറും കൂടി ഉമ്മു ഐമനിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ബക്കത്ത് അവർ കരഞ്ഞു. ഫഖാലഹാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉമ്മു ഐമൻ കരഞ്ഞപ്പോൾ അവരോട് ചോദിക്കുന്നു, മാ യുബ്കീകി, എന്തിനാണ് അങ്ങ് കരയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്തിനാണ്? നിങ്ങളെ കരയിപ്പിച്ച വസ്തുത എന്താണ്? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിൽ എന്തിനിങ്ങനെ കരയുന്നു? ഫമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി, അള്ളാന്റെ അടുക്കലുള്ളതാണ് അള്ളാന്റെ റസൂലിന് ഏറ്റവും ഖൈറ് എന്ന് നിങ്ങൾക്കറിയില്ലേ? അള്ളാന്റെ റസൂലിന് അള്ളാന്റെ അടുക്കൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഖൈറ്. അവിടുന്ന് വലിയ ഖൈറിലല്ലേ, പിന്നെ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖാലത്ത് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്നീ ലഅഅലമു അന്ന മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി വലാകിൻ അബ്കി ലിഅന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ. ഉമ്മു ഐമനിന്റെ മറുപടിയാണ്, ഇന്നീ ലഅഅലമു, തീർച്ചയായും അബൂബക്കറെ ഉമറെ എനിക്ക് നന്നായിട്ടറിയാം, അന്ന മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി, അള്ളാന്റെ അടുക്കലുള്ളത് തന്നെയാണ് അള്ളാന്റെ റസൂലിന് ഏറ്റവും ഖൈറെന്ന്. നബി തങ്ങൾ വലിയ സന്തോഷത്തിലാണ്, അള്ളാന്റെ അടുക്കൽ വലിയ ദറജയിലാണ്, അള്ളാന്റെ അടുക്കൽ വമ്പിച്ച ആദരവിലും സ്നേഹത്തിലും തന്നെയാണ്. പക്ഷേ അതോർത്തിട്ടല്ല ഞാൻ കരയുന്നത്. വലാകിൻ അബ്കി, പക്ഷേ ഞാൻ എന്തിനാ കരയുന്നത്? ലിഅന്നൽ വഹ്യ, തീർച്ചയായും വഹ്യ് എന്ന് പറയുന്ന ആ ഒരു വലിയ അനുഗ്രഹം ഖദ് ഇൻഖതഅ മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് വഹ്യിറങ്ങുന്ന സംവിധാനം റസൂലുള്ളാഹിയുടെ വഫാത്തോടുകൂടി മുറിഞ്ഞു പോയല്ലോ. ഇനി നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നമുക്കാരായാനാരാ ഉള്ളത്? നമ്മുടെ പ്രശ്നങ്ങളിൽ ഒരു വിധി കൽപ്പിക്കണമെങ്കിൽ, കൃത്യമായ കുറ്റമറ്റ ഒരു വിധി കിട്ടണമെങ്കിൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു വിധി കിട്ടാനില്ലല്ലോ. ആ വഹയി മുറിഞ്ഞു പോയില്ലേ? വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വഹിയിറങ്ങുന്ന സംവിധാനം മഹാനായ നബി തങ്ങളുടെ വഫാത്തോടുകൂടെ പോയില്ലേ? അതാണ് എന്റെ മനസ്സിനെ കരയിപ്പിച്ചത്, അതാണ് എന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നത്. ഇവരിത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും നിയന്ത്രിക്കാനാവാതെ ഫജഅലാ യബ്കിയാനി മഅഹാ, ഉമ്മു ഐമൻ കരഞ്ഞ കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കരഞ്ഞുപോയി. നിങ്ങൾ നോക്കൂ, നമുക്കങ്ങനെ ഒരു വേദന തോന്നിയിട്ടുണ്ടോ? അള്ളാന്റെ റസൂൽ വഫാത്തായി, അതിലൊരു വേദന തോന്നിയോ? ഈ ലോകത്തിന് എന്ത് വലിയ നഷ്ടമാണ് ഉണ്ടായത്, എത്ര വലിയ നഷ്ടമാണ് ആ വിയോഗത്തിലൂടെ ഉണ്ടായത്. കാരണം ഏതൊരു പ്രശ്നത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുന്ന് സഹാബത്തിന്റെ മുമ്പിൽ അന്തിമ വാക്കായിരുന്നു. ഏത് കാര്യത്തിൽ അവർക്കിടയിൽ തർക്കമുണ്ടായാലും, ഏത് പ്രശ്നത്തിൽ അവർക്കിടയിൽ എന്ത് തന്നെ അപസ്വരങ്ങൾ ഉണ്ടായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്‌ലിസിലെത്തിയാൽ, അവിടുത്തോട് കാര്യം പറഞ്ഞാൽ, അവിടുത്തോട് സംശയ നിവൃത്തിക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ അവിടുത്തെ വാക്കവർക്ക് അന്തിമമായിരുന്നു. പിന്നെ അവർക്കിടയിൽ തർക്കമില്ല. ഉമ്മു ഐമൻ സൂചിപ്പിക്കുന്നത് എന്താണ്? വഹയി മുറിഞ്ഞു പോയില്ലേ? ഇനി നമുക്കിടയിൽ തർക്കം വരില്ലേ? നമുക്കിടയിൽ ഭിന്നിപ്പ് വരില്ലേ? ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള സമാധാനം അത് തകരാൻ തുടങ്ങുന്നല്ലോ, അത് തകർന്നു തുടങ്ങുന്നല്ലോ. അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അതല്ലാതെ ഹബീബായ റസൂലിന് ആഖിറത്തിൽ സന്തോഷക്കുറവുണ്ട് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. അവിടുന്ന് വലിയ ദർജയിൽ തന്നെയാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഗതിയോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഇതാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അവ ഏറ്റവും വലിയ ഒരാപത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത്, അവിടുന്ന് തന്നെ ഒരിക്കൽ പള്ളിയിൽ പോയി നോക്കുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് നിസ്കാരം കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വെച്ച് മഗ്രിബ് നിസ്കരിച്ചു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു. കുറെ സഹാബിമാർ അവിടെ തന്നെ ഇരിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരത്തിന് വന്നപ്പോ കുറെ സഹാബിമാർ അവിടെ തന്നെ ഇരിപ്പാണ്. സഹാബിമാര് ചോദിച്ചു, നിങ്ങൾ പോയില്ലേ?
അവര് പറഞ്ഞു, ഇല്ല നബിയെ, മഗ്‌രിബ് നിസ്കരിച്ച് ഞങ്ങൾ അങ്ങയോടൊപ്പം ഇശാ നിസ്കരിക്കാൻ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സന്തോഷം പ്രകടിപ്പിച്ചു അത് കേട്ടപ്പോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തേക്ക് അവിടുത്തെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ആ രാത്രിയിൽ സഹാബിമാരോട് പറയുകയാണ്, ഓ സഹാബിമാരെ, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ തുഅദു വഅനാ അമനത്തുൻ ലിഅസ്ഹാബി ഫഇദാ ദഹബതു അനാ അതാ അസ്ഹാബി മാ യുഅദൂന വഅസ്ഹാബി അമനത്തുൻ ലിഉമ്മതി ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ. സഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അബൂബർദ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ആ അവസരത്തിൽ പറയുകയാണ്, അന്നുജൂമു, സഹാബത്തിനോട് പറയുകയാണ്, ഈ ലോകത്തിനോട് മുഴുവൻ നൽകുന്ന ഒരു ഏറ്റവും വലിയ ഒരു സന്ദേശമാണത്, ഒരു പ്രവചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് മദീനത്തെ പള്ളിയിൽ വെച്ച് നടത്തുന്നത്. എന്താ അവിടുന്ന് പറയുന്നത്? അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അത് ആകാശത്തിനൊരു സമാധാനമാണ്. നക്ഷത്രങ്ങൾ ആകാശത്തുള്ളപ്പോഴൊക്കെയും ആകാശത്തിനൊരു നിലനിൽപ്പുണ്ട്. ആ നക്ഷത്രങ്ങൾ അങ്ങ് പോയാലോ, ഫഇദാ ദഹബത്തിൻ നുജൂം, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്നങ്ങ് പോയാൽ അതസ്സമാഅ മാ തുഅദു, അതാ അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുള്ള സംഗതി എന്താണെങ്കിൽ അത് ആകാശത്തിന് സംഭവിക്കും. എന്താണ് പറഞ്ഞത്? നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആകാശത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന താരങ്ങൾ, നക്ഷത്രങ്ങൾ, അതൊരു ദിനത്തിൽ അതുപോലെ അതാ താരങ്ങളൊക്കെയും അവിടെ നിന്ന് പൊട്ടി താഴേക്ക് വീഴുന്നു. നക്ഷത്രങ്ങൾ ഉതിർന്നുതിർന്ന് വീഴും. അങ്ങനെ വരുമ്പോ ഈ ലോകം തകരുകയല്ലേ ചെയ്യുന്നത്? ആകാശത്തിന് സമാധാനമായി അവിടെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന, സുസ്ഥിരമായി കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ അതങ്ങ് കൊഴിഞ്ഞു വീണാൽ പിന്നെ ആകാശത്തിന് നിലനിൽപ്പുണ്ടോ? ഭൂമിക്ക് നിലനിൽപ്പുണ്ടോ? ലോകത്തിന്റെ അന്ത്യമല്ലേ സംഭവിക്കുക? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നക്ഷത്രങ്ങൾ ആകാശത്തിനൊരു കാവലാണ്, നക്ഷത്രങ്ങൾ ആകാശത്തിനൊരു സമാധാനമാണ്. ഫൈദാ ദഹബത്തിൻ നുജൂമു, നക്ഷത്രങ്ങൾ എന്ന് പോയോ, നക്ഷത്രങ്ങൾ അങ്ങ് കൊഴിഞ്ഞു വീഴുമ്പോ ആകാശത്തിന് അല്ലാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ വലിയ അപകടം സംഭവിക്കുന്നു. ഇത് പറഞ്ഞിട്ട്, ഇതാമുഖം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകം ശ്രദ്ധിക്കണം, വ അനാ അമനത്തുൻ ലിഅസ്ഹാബി, ഞാൻ എന്റെ സ്വഹാബത്തിനുള്ള കാവലാണ്, ഞാൻ എന്റെ സ്വഹാബത്തിനുള്ള സമാധാനമാണ്. ഫഇദാ ദഹബതു, ഞാൻ പോയാലോ, എന്റെ സഹാബിമാർക്കിടയിൽ ഞാനുണ്ടാകുമ്പോ അവർക്കിടയിൽ വലിയ സമാധാനമാണ്, അവർക്കിടയിൽ വലിയ ശാന്തിയാണ്, അവർക്കിടയിൽ വലിയ സന്തോഷമാണ്, അവർക്കിടയിൽ വലിയ ഒരുമയാണ്, ഐക്യമാണ്. അങ്ങനെ ഞാനൊന്ന് പോയാലോ, ഫൈദാ ദഹബതു, ഞാൻ പോയി കഴിഞ്ഞാൽ അതാ സ്വഹാബി, എന്റെ സ്വഹാബത്തിന് സംഭവിക്കുമല്ലോ മാ യുഅദൂൻ, അവരുടെ കാര്യത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടതും. അവരുടെ കാര്യത്തിൽ ഇനി ചില അപകടങ്ങൾ വരാനുണ്ട്. ഞാനുള്ളപ്പോൾ അതുണ്ടാവില്ല, പക്ഷേ എന്റെ കാലശേഷം ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ സ്വഹാബിമാരിലും ചിലതൊക്കെ സംഭവിക്കാൻ പോകുന്നല്ലോ. അത് പറഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അടുത്ത വാചകം, വഅസ്ഹാബി അമനത്തുൻ ലി ഉമ്മതി, എന്റെ സ്വഹാബിമാര്, എന്റെ സ്വഹാബത്ത്, അമനത്തുൻ ലി ഉമ്മതി, എന്റെ സമുദായത്തിനുള്ള കാവലാളുകളാണ്, എന്റെ സമുദായത്തിനുള്ള ഏറ്റവും വലിയ സമാധാനമാണ് സ്വഹാബത്ത്. ഫൈദാ സഹബ സ്വഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ, എന്റെ സഹാബിമാരുടെ കാലം കഴിഞ്ഞാലോ, എന്റെ സഹാബിമാരങ്ങ് മരിച്ചു തീർന്നാലോ, അതാ ഉമ്മതി മാ യുഅദൂൻ, എന്റെ സമുദായത്തിന് സംഭവിക്കേണ്ട നാശവും അവിടെ തുടങ്ങുകയായി. എത്ര വലിയൊരു പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരു കാവലാണ്. ആ നക്ഷത്രം പോകുമ്പോ ആകാശം തകരും പോലെ ഞാൻ എന്റെ സഹാബിമാർക്കിടയിൽ കാവലാണ്. ഞാൻ പോയാൽ എന്റെ സഹാബത്തിനിടയിൽ പ്രശ്നം സംഭവിക്കും.
സഹാബത്ത് ഈ ഉമ്മത്തിന് മുഴുവൻ കാവലാണ്, സമാധാനമാണ്. ആ സഹാബത്തങ്ങ് മരിച്ചു തീർന്നാൽ ലോകത്തിന്റെ ഈ സമൂഹത്തിന്റെ കെട്ടുറപ്പിനും ഭദ്രതക്കും സുസ്ഥിരക്കും ഐക്യത്തിനും സമാധാനത്തിനുമൊക്കെ ഭംഗം സംഭവിക്കാൻ പോകുന്നു. വലിയ ഛിദ്രതകൾ വരാൻ പോകുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, അതുപോലെ തന്നെ ഭിന്നിപ്പുകൾ വരാൻ പോകുന്നു. ഒരുപാട് നഷ്ടങ്ങൾ അതിലൂടെ സംഭവിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ റഹ്മത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ലോകത്ത് നിന്നങ്ങ് പോയപ്പോഴേക്ക് ഇവിടെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്ന മധ്യേ പറയുന്നുണ്ട്, സംഭവിക്കേണ്ടത് സംഭവിക്കും എന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയാണത്? أي من الفتن والحروب وارتداد من ارتد من الأعراب واختلاف القلوب ونحو ذلك مما أنذر به صريحا وقد وقع كل ذلك. ഇമാം നവവി അവിടുത്തെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്, എന്തൊക്കെ സംഭവിച്ചു? ഫിത്നകൾ സംഭവിക്കാൻ പോകുന്നു, യുദ്ധങ്ങൾ സംഭവിക്കാൻ പോകുന്നു, കലാപങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ ഉറച്ചു നിന്നിരുന്ന പലരും ഇസ്ലാം വിട്ട് മുർത്തദ്ദുകളായി പോകുന്നു. ജനമനസ്സുകൾ ഒരുമയോടെ നിന്നിരുന്ന മനസ്സുകളിൽ ഭിന്നിപ്പിന്റെ വിഷബീജങ്ങൾ പൊട്ടിമുളക്കുന്നു. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് മിമ്മാന്തറ ബിഹി സരീഹൻ, അല്ലാഹുവിന്റെ റസൂൽ താക്കീത് നൽകിയതുപോലെ തന്നെ വഖദ് വഖഅ കുല്ലു ദാലിക, അപ്പറഞ്ഞതൊക്കെ ഈ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് മുസ്ലിമിലെ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മഹാനവർ രേഖപ്പെടുത്തിയതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് കൊണ്ടുണ്ടായ നഷ്ടത്തിന്റെ അത്ര ഈ ഉമ്മത്തിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാനുമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുസീബത്ത്, എത്ര കടുത്ത മുസീബത്ത് സംഭവിച്ചാലും എന്റെ മരണത്തെ ഓർത്തുകൊണ്ട്, എന്റെ വിയോഗം കൊണ്ടുണ്ടായ ആ മുസീബത്തും ആ നഷ്ടവും ഓർത്താൽ അതൊക്കെ താരതമ്യേന അവന് വളരെ നിസ്സാരമായി തോന്നുന്നതാണ്. അവൻ അങ്ങനെ ഏറ്റവും വലിയ ആപത്തും ദുരന്തവുമായി കാണേണ്ടത് എന്റെ വേർപാട് മുഖേനയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വിയോഗത്തിന്റെ നാളുകൾ, അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന്റെ മുമ്പേ ചില സൂചനകൾ അവിടുത്തെ പ്രവൃത്തികളിൽ നമുക്ക് കാണാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അന്ത്യ ദിവസങ്ങളോടടുക്കുന്ന അവിടുന്ന് വഫാത്തായ വർഷത്തിൽ, അതിന്റെ തൊട്ട് ഏതാനും മുമ്പുള്ള മാസങ്ങളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോവുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന നിലക്കുള്ള ചില പ്രവൃത്തികളൊക്കെ അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതെന്താണ്? അവിടുന്ന് സാധാരണഗതിയിൽ എല്ലാ റമദാനിലും അവിടുന്ന് 10 ദിവസമാണ് ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്ന വർഷത്തിൽ ആ റമദാനിൽ അവിടുന്ന് 20 ദിവസം പതിവിന് വിപരീതമായി കൊണ്ട് ഇഅ്തികാഫ് ഇരിക്കുന്നു. അതവിടുത്തെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചിട്ട് ആ ഒരു കൊല്ലം ജിബ്രീലിലൂടെ കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപ്പാഠമാക്കിയതുമായ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മനഃപ്പാഠം പരിശോധിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയും ജിബ്രീൽ ശ്രദ്ധിച്ച് കേൾക്കുകയും അങ്ങനെ ഓരോ വർഷവും പതിവുണ്ടായിരുന്നു. എന്നാൽ നബി തങ്ങൾ വഫാത്താകുന്ന ആ വർഷത്തിൽ 2 തവണ ഖുർആൻ മുഴുവനുമായി മനഃപ്പാഠം പരിശോധിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നോക്കൂ, മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. അവിടുന്ന് പോവുകയാണ്, ഈ ലോകത്ത് നിന്ന് പിരിയുകയാണ്, ദൗത്യം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന ഒരു സൂചന, എന്ന ഒരു ഏറ്റവും വലിയ ചില പ്രത്യേകമായ ചില പ്രവൃത്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സംഭവിക്കുന്നു. മാത്രമല്ല